നമസ്കാരം അച്ചാമാരെ, നമ്മളിന്ന് പുല്ലുമേട്ടിലേക്കാണ് പോകുന്നത്. മകരജ്യോതി ദർശനത്തിന് വേണ്ടിയാണ് പോകുന്നത്. നമ്മളുടെ പെരിയാറ്റിൽ നിന്നും വള്ളക്കടവ് വഴി ഗവിക്ക് പോകുന്ന റൂട്ടാണ് നമുക്ക് പുല്ലുമേട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. നല്ല വനമാണ്. ഗവിക്ക് പോകുന്നത്രയും പോകണ്ട, വള്ളക്കടവിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ മതി. ഈ സ്ഥലത്തിൻ്റെ പേര് കോഴിക്കടന്നാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് വേണം നമ്മൾ പുല്ലുമേട്ടിലേക്ക് പോകാൻ. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് പുല്ലുമേട്ടിലേക്കുള്ള ഓഫ് റോഡ് ട്രെക്കിംഗ് ആണ്. ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് സന്നിധാനം കാണാം, മകരവിളക്കും കാണാൻ സാധിക്കും. ശബരിമല മണ്ഡലകാല സമയത്ത് ഫോറസ്റ്റുകാർ ഈ വഴി സ്വാമിമാർക്ക് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇന്നേ ദിവസം മാത്രം തുറന്നു കൊടുക്കുന്നതാണ്. മകരവിളക്കിൻ്റെ ദിവസം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മകരജ്യോതി ദർശനത്തിനായിട്ട് ഏകദേശം ഒരു 6500ഓളം സ്വാമി അയ്യപ്പന്മാർ ഈ തവണ പുല്ലുമേട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നുള്ള ആ മകരജ്യോതി ദർശനം വളരെ വലിയൊരു അനുഭവമായി മാറി. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മകരജ്യോതി ദർശിക്കുന്നത്. ഒരുപാട് അയ്യപ്പന്മാരുണ്ടായിരുന്നു. മലയാളികൾ കുറവായിരുന്നു. തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന അയ്യപ്പന്മാരായിരുന്നു കൂടുതലും. പുല്ലുമേട്ടിൽ നിന്ന് നമ്മൾ ശബരിമലയാണ് ഈ കാണുന്നത്. താഴെ സന്നിധാനം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പുല്ലുമേട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അയ്യപ്പന്മാരെല്ലാം ശരണം വിളികളുമായിട്ട് മകരജ്യോതി രക്ഷിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ അയ്യപ്പൻ്റെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ അയ്യപ്പന്മാരോടൊപ്പം മകരവിളക്ക് കാണാൻ ഞാനും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ 3 പ്രാവശ്യമാണ് മകരജ്യോതി തെളിയുക. അയ്യപ്പന്മാരെല്ലാം അതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ്. കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ച് ശേഷം അയ്യപ്പന്മാരെല്ലാം യാത്രയാവുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ഇനി അടുത്ത വർഷം അയ്യപ്പനെ കാണാനായിട്ട് പുല്ലുമേട്ടിലേക്കും സന്നിധാനത്തേക്കും എത്തുന്നതാണ്. ഒപ്പം നമ്മുടെ മകരജ്യോതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞാനും സന്തോഷവാനാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.